നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ ഒരു വിഷമം, ഒരു കാരണവുമില്ലാതെ ടെൻഷൻ, ആകെ വെപ്രാളം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ ഫീൽ ചെയ്യാറുണ്ടോ? അത് എന്തുകൊണ്ടായിരിക്കും? ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ വീഡിയോയിൽ അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ സൂരജ്. ഒരു സാധാരണ മനുഷ്യന് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ നിരന്തരമായിട്ട് എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ കേടാവും, എപ്പോഴും കേടായിക്കൊണ്ടേയിരിക്കും. ഒന്ന് ശരിയാക്കുമ്പോൾ അടുത്തത് കേടാവും, അത് ശരിയാക്കുമ്പോൾ അടുത്തത് കേടാവും, അത് ശരിയാക്കുമ്പോൾ അടുത്തത്, ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേടായിക്കൊണ്ടേയിരിക്കും. റെഗുലർ പാറ്റേൺ, നമുക്ക് അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തെങ്കിലും ഒരു എൻറ്റിറ്റിയുടെ പ്രസൻസ് ഉണ്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പല വീട്ടിനകത്ത് പല സ്ഥലങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെല്ലുമ്പോൾ നമ്മളതൊരു പാസ് ചെയ്ത് പോകുമ്പോഴാലും നമ്മുടെ മൈൻഡ് വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ആവും. നമുക്ക് വല്ലാണ്ട് ഗൂസ് ബംസ് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിൽ പേടി വരിക, ഒരാവശ്യമില്ല ചുമ്മാ പേടി വരിക. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാത്രി കരച്ചിൽ കേൾക്കാറുണ്ട്, ചിരി കേൾക്കാറുണ്ട്, പോലീസിൻ്റെ സൗണ്ട് കേൾക്കാറുണ്ട്, അത് ചെലങ്കയുടെ സൗണ്ട് കേൾക്കാറുണ്ട്. എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. പിന്നെ ടെറസിൻ്റെ മേളിൽ നിന്ന് ആരോ ഓടുന്ന സൗണ്ട്, എന്തോ മറിഞ്ഞ് വീഴുന്ന സൗണ്ട്. പക്ഷെ അവിടെ ചെന്ന് നോക്കിയാൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, അവിടെ ഫുൾ നീറ്റാണ്, അവിടെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ അടുത്ത ദിവസം രാത്രിയും വീണ്ടും ഇത് തന്നെ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇതിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് ഇങ്ങനെ ഒരു എൻറ്റിറ്റി ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ എനർജി ഉള്ളതെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ ദേഹത്ത് എന്തെങ്കിലും ഒരു എനർജി വേരിയേഷൻ ഉണ്ടെങ്കിലും ആ വ്യക്തി ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കും. രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികളുടെ സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. പല സമയത്ത് പല സ്വഭാവം വരും. നമുക്കൊരിക്കലും ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ആ വ്യക്തിയുടെ സ്വഭാവം നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ഏത് സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നോ പെരുമാറുമെന്നോ സംസാരിക്കണമെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ കൊടുക്കുന്ന എനർജി ക്ലിയറൻസ് എന്ന സെഷൻ എന്ന് പറഞ്ഞ ഇതാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ്, ആ സ്പിരിറ്റിനെ ആ ബോഡിയിൽ നിന്ന് വെളിയിറക്കിയിട്ട് പഴയ പോലെ ആ സോളും ബോഡിയിൽ നിന്ന് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. തിരിച്ചു ഹീലിങ്ങിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ വരാം. അതുവരേക്കും താങ്ക് യു. ബൈ.